ഹിജറ വർഷത്തിൻ്റെ ആരംഭം കുറിച്ചുകൊണ്ട് മുഹറം എന്ന പവിത്രമായ മാസം നമ്മിലേക്ക് കടന്നു വരികയാണ്. മുഹറമാസം എന്ന് കേൾക്കുമ്പോഴേക്ക് തന്നെ ആളുകളുടെ മനസ്സിൽ ഒരു തരം ഭീതിയാണ്, പേടിയാണ് തോന്നാറുള്ളത്. മുഹറമാസം അപകടകരമായ ചില കാര്യങ്ങളെ സംബന്ധിച്ച് അവരുടെ മനസ്സുകളിൽ ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞ് പേടിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ മാസത്തിൻ്റെ പിറവിയെ ഹിലാല് കാണുന്നത് പോലും മറഞ്ഞു കാണാൻ പാടില്ല, തെളിഞ്ഞ അന്തരീക്ഷത്തിൽ കാണണമെന്നും മുഹറമാസ പിറവിയെങ്ങാനും മരച്ചില്ലകൾക്കിടയിലൂടെയോ വൃക്ഷശിഖരങ്ങൾക്കിടയിലൂടെയോ ബിൽഡിങ്ങുകളുടെ മറവുകൾക്കിടയിലൂടെയോ അതല്ലെങ്കിൽ അവ്യക്തതയോടുകൂടിയോ ഒക്കെ കണ്ടാൽ ആ ഒരു വർഷം മുഴുവനും ആപത്ത് സംഭവിക്കുവാനുള്ള സാധ്യതകളാണ് എന്ന് ഒരു വിഭാഗം പുരോഹിതന്മാർ ഈ സമൂഹത്തിൽ പണ്ട് കാലം മുതൽക്ക് തന്നെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന കാര്യമാണ്. ഇന്നതൊക്കെ പറയുമ്പോൾ ഞങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞു എന്നുള്ളതിന് തെളിവെവിടെ എന്നൊക്കെ ചോദിച്ചു വരുന്ന കാലമാണ്. എന്നാൽ ഇത് നാട്ടിൽ എല്ലാ പഴമക്കാരായ ആളുകളും സമ്മതിക്കുന്നൊരു യാഥാർത്ഥ്യമാണ്. മുഹറമാസത്തെ സംബന്ധിച്ചൊരു ഭീതി ജനങ്ങൾക്കിടയിലില്ലേ? അത് മറഞ്ഞു കാണാൻ പാടില്ല എന്ന് പ്രത്യേകമായൊരു പേടി മനസ്സിലില്ലേ? അതുകൊണ്ട് തന്നെ മറ്റു മാസങ്ങൾക്കില്ലാത്ത നിലക്ക് മുഹറം പിറവി കാണുവാൻ വേണ്ടി ഒഴിഞ്ഞ സ്ഥലങ്ങളിലേക്ക് ആളുകൾ പോയി മാനത്തേക്ക് നോക്കാറ് പതിവില്ലേ? ഒക്കെ ഉണ്ടായിരുന്നു. അതാര് നിഷേധിച്ചിട്ടും കാര്യമല്ല. അതാരാണിവിടെ ആ ധാരണ ഉണ്ടാക്കിയത്? കേരളത്തിൽ സമൂഹത്തിൽ അന്ധവിശ്വാസങ്ങൾക്കെതിരെ അടരാടിയ മുജാഹിദ് പ്രസ്ഥാനമാണോ സമൂഹത്തോടത് പറഞ്ഞത്? നിങ്ങൾ മുഹറമാസം മറഞ്ഞു കണ്ടാൽ അപകടമുണ്ടാകുമെന്ന് പറഞ്ഞത് മുജാഹിദുകളാണോ? ഒരിക്കലും അവര് പറഞ്ഞിട്ടില്ല, അവര് പറയൂല. അപ്പൊ ഇവിടെ പാരമ്പര്യമായി ഇവിടെ നിലനിന്നു പോന്നവരാരോ? അവരാണല്ലോ ഇത് അവകാശപ്പെടാറുള്ളത്. ഞങ്ങളാണിവിടെ പാരമ്പര്യമായി റസൂലുള്ളാഹിയുടെ കാലം തൊട്ട് ഇന്ന് വരെ അണമുറിയാത്ത പരമ്പരയോടുകൂടി ഞങ്ങളാണിവിടെ നിലനിൽക്കുന്നതെന്നും വഹാബികൾ പിന്നീട് വന്നിട്ടാണ് ഇവിടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയത് എന്നൊക്കെയല്ലേ പറയാറുള്ളത്. ആ നിങ്ങൾ പറയുന്ന വഹാബികൾ, ആ സലഫികൾ ഒരിക്കലും ഈ വിശ്വാസം പേറിയിട്ടില്ല, അത് പ്രചരിപ്പിച്ചിട്ടില്ല. കാരണം നമ്മുടെ നാട്ടിലുള്ള പഴമക്കാരും നാടന്മാരും ഒക്കെ ഇത് വിശ്വസിച്ചത് അവരെ ആരും മുജാഹിദുകൾ ആ നാട്ടിൽ അത് പറഞ്ഞു പഠിപ്പിക്കാനില്ലല്ലോ. അപ്പൊ ഇതിന്റെ ഉത്ഭവം നമ്മുടെ നാട്ടിലുള്ള മുസ്ലിയാക്കന്മാരിൽ നിന്ന് തന്നെ പകർന്നു കിട്ടിയതായിരുന്നു എന്നുള്ളതിന് അത് തന്നെ തെളിവാണ്. മാത്രമല്ല, മുഹറം ഏത് വിഷയത്തിനും ആളുകളെ സമീപിച്ചു കഴിഞ്ഞാൽ, മുസ്ലിയാക്കന്മാരെ സമീപിച്ചു കഴിഞ്ഞാൽ വീട് താമസമാക്കണം, കല്യാണം നിശ്ചയിക്കണം, യാത്ര പുറപ്പെടണം, കൃഷി തുടങ്ങണം, വാഹനം നടുറോട്ടിലിറക്കണം, ഇങ്ങനെയുള്ള കുറെ നല്ല പല കാര്യങ്ങൾക്ക് വേണ്ടിയും ഏത് ദിവസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിയാക്കന്മാരെ സമീപിച്ചു കഴിഞ്ഞാൽ അവർ പലപ്പോഴും പറയും മുഹറം 10 കഴിയട്ടെ, മുഹറം 10 കഴിയട്ടെ. മുഹറം 1 മുതൽ 10 വരെ നഹ്സാണ് ഷിയാക്കൾക്ക്. അവരാണ് ഈ വിശ്വാസം കേരളത്തിലും കൊണ്ടുവന്ന് പ്രചരിപ്പിച്ചത്. മുഹറം 1 മുതൽ 10 വരെ ശകുനത്തിന്റെ ദിവസങ്ങളാണ്, ദുഃഖത്തിന്റെ ദിവസങ്ങളാണ്. അന്ന് സന്തോഷകരമായ കാര്യങ്ങളൊന്നും ചെയ്യാവതല്ല എന്നുള്ള വിശ്വാസം നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവന്നതും ആഗോളാടിസ്ഥാനത്തിൽ ആ വിശ്വാസം വെച്ചു പുലർത്തുന്നതും ഷിയാക്കളാണ്. ആ ഷിയാക്കളുടെ പങ്കുപറ്റികളായി അവരുടെ ആദർശത്തെ സ്വീകരിച്ചവരായിട്ടുള്ള നമ്മുടെ നാട്ടിലുള്ള മുസ്ലിയാക്കന്മാര് തന്നെയാണ് പഞ്ചാംഗം, അറബി പഞ്ചാംഗം നോക്കിയിട്ട് അവരുടെ കലണ്ടറുകളിൽ ഇപ്പോഴും നഹ്സുകൾ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അത് മറ്റൊരു വിഷയമാണ്, ഞാൻ ഇപ്പോൾ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല. ഒരു മുഹറത്തെക്കുറിച്ച് മാത്രമല്ല, സകല മാസത്തെക്കുറിച്ചും ഇവർക്ക് ഓരോ ദിവസങ്ങളെ കുറിച്ച് അതിൽ നഹ്സാണ്, അത് ദുശകുനത്തിന്റെ ദിവസമാണ്, ദുർദിനമാണ്, അപകടകരമായ ദിനമാണ് എന്ന വിശ്വാസമുണ്ട്. അത് നമുക്ക് വേറെ പറയാം. ഇപ്പൊ മുഹറവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സംസാരിക്കുന്നത്. 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ കഴിയട്ടെ. അതുകൊണ്ട് കല്യാണം ഇപ്പൊ നടത്തണ്ട, മുഹറം 10 കഴിഞ്ഞോട്ടെ. ഏത് വിഷയത്തെക്കുറിച്ച് ചോദിച്ചു ചെന്നാലും പറയും മുഹറം 10 കഴിഞ്ഞോട്ടെ. ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത്. എന്നിട്ട് അതൊക്കെ ഉൾക്കൊള്ളാൻ ഇപ്പോൾ അതൊന്നും ഞങ്ങൾ പറഞ്ഞതല്ല എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി ഇപ്പോൾ പല മുസ്ലിയാക്കന്മാർ ചില അഭ്യാസങ്ങൾ കാണിച്ചു കൊണ്ടിരിക്കുകയാണ്.
അവർ പറയാണ് അതൊക്കെ ശരി തന്നെയാണ്, അന്ന് മുഹറം 10 കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞത് അത് നഹ്സായതുകൊണ്ടോ അപകടം വരുമെന്ന് പേടിച്ചത് കൊണ്ടോ മോശപ്പെട്ടത് കൊണ്ടോ ഒന്നൊന്നുമല്ല. പിന്നെയോ അത് മുഹറം 1 മുതൽ 10 വരെ നമുക്ക് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട മാസല്ലേ, അള്ളാന്റെ മാസല്ലേ, അത് നോമ്പെടുക്കാനും അതേപോലെ സൽക്കർമ്മങ്ങൾക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നീക്കി വെക്കണം. ആ തിരക്കിന്റെ അടിയിൽ ഈ കല്യാണവും കളിയാട്ടവും മറ്റു കാര്യങ്ങൾക്കൊക്കെ നീക്കി വെച്ചാൽ അത് നമുക്ക് നഷ്ടമാവില്ലേ എന്ന സതുദ്ദേശത്തോടു കൂടെയാണത് പറഞ്ഞത്. ആരോടാണ് ഇവർ ഈ രൂപത്തിലുള്ള ന്യായങ്ങളൊക്കെ പറയുന്നത്? തനിച്ച ഷിയായിസത്തിന്റെ വേരുകൾ ഹൃദയത്തിൽ വേരോട്ടം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണത് പറഞ്ഞത്. നമ്മുടെ നാട്ടിൽ ഷിയായിസം കടന്നു വന്ന വഴി എവിടുന്നാ? ഈ ഇബാദത്തിന്റെ പേരിൽ ഇബാദത്തുകൾക്ക് വല്ല നഷ്ടവും സംഭവിക്കുമെന്ന് പേടിച്ചിട്ടൊന്നുമല്ല. ഷിയാക്കളുടെ ഈ 1 മുതൽ 10 വരെയുള്ള ആചാരങ്ങളുണ്ട്. ഇമാം ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു അല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രിയപ്പെട്ട പേരക്കിടാവ് ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു കർബലയിൽ വെച്ച് ഒരു മുഹറം 10-നാണ് അതിദാരുണമായി കൊല ചെയ്യപ്പെട്ടത് റളിയല്ലാഹു അൻഹു. ആ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കൊലപാതകം നടന്നിട്ടുള്ള ആ മുഹറത്തിലെ ഈ ആദ്യത്തെ ഈ ദിനങ്ങളെ മോശമായി തന്നെ കാണുകയാണ് ഷിയാക്കൾ. അതുകൊണ്ട് അവർക്ക് സങ്കടമാണ്. അവര് മാറത്തടിച്ച് നിലവിളിക്കും, കഠാര കുത്തിയിറക്കും, രക്തം ഒലിപ്പിക്കും, ഒരുപാട് ദുരാചാരങ്ങൾ. അന്ന് ദുഃഖം ആചരിക്കുവാൻ വേണ്ടി അവർ മുഹറം 10 വരെയുള്ള ദിവസങ്ങളിൽ ഷിയാക്കൾക്ക് മെജോറിറ്റിയുള്ള സ്ഥലങ്ങളിലൊക്കെ അവരത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ നമ്മുടെ നാട്ടിൽ ഈ വിശ്വാസം ഇത് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ നോക്കൂ, നമ്മുടെ നാട്ടിലേക്ക് ഷിയായിസം കടന്നു വന്നത് ഏത് വഴിയാ? കൊണ്ടോട്ടി തങ്ങന്മാര് വഴിയാണ്. ഇന്നും കൊണ്ടോട്ടിയിലെ പോയി നോക്കൂ. കൊണ്ടോട്ടിയിലെ മുഹമ്മദ് ഷാ എന്ന് പറയുന്നയാളുടെ ദർഗ, ജാറം കെട്ടി ഉയർത്തിയിട്ടുള്ള ദർഗയുണ്ടല്ലോ, ആ ദർഗ കേരളത്തിൽ എവിടെയും ആ മോഡൽ ഒരു ദർഗ കാണൂല. ആ മോഡൽ ദർഗ കാണുക ഇറാനിലും പേർഷ്യയിലും ഒക്കെയാണ്. എന്താണ്? ഷീ തങ്ങളായിരുന്നു അയാളാണ് കൊണ്ടോട്ടി തങ്ങന്മാരെന്ന പേരിൽ കേരളത്തിലേക്ക് വന്ന ഷീ തങ്ങന്മാരായിരുന്നു. മുഹമ്മദ് ഷാ, മറ്റേ ഷാഹ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഷാഹ് എന്നായിരുന്നു ഇവരൊക്കെ പേരിന്റെ അവസാനം. ഇവരാണ് കേരളത്തിൽ ഈ ഷിയായിസത്തിന് വിത്തുപാകിയത്. ഷിയായിസത്തിന്റെ ബീജം എവിടുന്ന? തനിച്ച ജൂതൻ ഉണ്ടാക്കിയത്. അബ്ദുല്ലാഹിബ്നു സബ എന്ന് പറയുന്ന തനിച്ച ജൂതൻ ഇസ്ലാമിന്റെ കുപ്പായം ഇട്ടുകൊണ്ട് മുസ്ലിമീങ്ങളിലേക്ക് നുഴഞ്ഞു കയറിയിട്ട് ആ കള്ളനുണ്ടാക്കിയതാണ് ഈ ഷിയായിസം എന്ന് പറയുന്ന പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിന്റെ ആചാരങ്ങളും തനിച്ച ജൂതന്മാരുടെ ആചാരങ്ങളാണ്. അവരുണ്ടാക്കിയ ആചാരങ്ങൾ, ആ വിശ്വാസം കെട്ടിപ്പേറി പേർഷ്യയിൽ നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവന്ന് വിത്തുപാകിയത് ഈ കൊണ്ടോട്ടി തങ്ങന്മാരാണ്. ഇന്നും കൊണ്ടോട്ടി തങ്ങന്മാരുടെ അവിടെ നേർച്ചയും കാര്യങ്ങളൊക്കെ നടക്കുന്നില്ലേ? അത് മുജാഹിദുകളാണോ? അപ്പൊ ഈ കൊണ്ടോട്ടി തങ്ങന്മാരാണ് ഈ വിധത്തിലുള്ള വിശ്വാസങ്ങളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് ഇത് നമ്മൾ പറയുന്നതല്ല. സാക്ഷാൽ AP വിഭാഗത്തിലെ ഒരു തങ്ങള് ഇബ്രാഹിം ഖലീൽ ബുഖാരി അടക്കമുള്ള അവരുടെ തങ്ങന്മാരെ എന്ന് പറയുന്ന ആൾക്കാരെ ഒക്കെ ഒരു സ്ഥലത്തേക്ക് ഒരുമിച്ച് കൂട്ടി ഒരു സമ്മേളനം വിളിച്ചു കൂട്ടിയിട്ട് അവിടെ വെച്ചിട്ട് ഒരു മുസ്ലിയാർ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് കേരളത്തിലേക്ക് ഷിയായിസം വന്ന വഴി ഏതാണെന്നും അതേപോലെ തന്നെ ഈ ഷിയായിസത്തിന്റെ വിശ്വാസം പേറുന്നവര് നമ്മുടെ കേരളത്തിൽ സുന്നികളാന്ന് പറയുന്ന ചില ആൾക്കാരുണ്ട് എന്നും അവരുടെ വിശ്വാസത്തിൽപ്പെട്ടതാണ് ഈ മുഹറം 1 മുതൽ 10 വരെ നഹ്സാണ് എന്നുള്ള വിശ്വാസം എന്നൊക്കെ തുറന്ന് പറയുന്നുണ്ട് ഒരു തങ്ങൾ കുടുംബത്തിലെ ആളെന്ന് പറയുന്ന ഒരു മുസ്ലിയാര്. ആ ഭാഗം നിങ്ങളൊന്ന് കൃത്യമായി കേട്ടു നോക്കുക. അതേ സമയത്ത് ഈ ചതിയന്മാരുടെ ചരിത്രം പറഞ്ഞാൽ ജൂതന്മാരും മജൂസികളും കൂടി ഗൂഢാലോചന നടത്തി അബ്ദുല്ലാഹിബ്നു സബ എന്ന് പറയുന്ന കള്ളനെ, അങ്ങനെ തന്നെ പറയട്ടെ ഞാൻ, അബ്ദുല്ലാഹിബ്നു സബ എന്ന പേരിൽ അറിയപ്പെടുന്ന ലോക ജൂത ഏജന്റും അതോടുകൂടി മജൂസികളുടെ കൂലിപ്പട്ടാളവുമായ അവൻ ഇസ്ലാമായി അഭിനയിച്ച് അയാളുടെ ജീവിതകാലത്ത് 12 ഗ്രൂപ്പ് ഷിയായിസം ഉണ്ടാക്കി. 12 ഗ്രൂപ്പ് ഒറ്റൊരു മനുഷ്യന്റെ ജീവിതകാലത്ത് 10,000-കണക്കിന് ആളുകളെ അതിലേക്ക് ആകർഷിച്ച് ഈ മജൂസികളുടെയും ജൂതന്മാരുടെയും ആചാരങ്ങളുടെ തിരുശേഷിപ്പ് ഈ ഷിയാക്കളുടെ ആചാരങ്ങളിലെല്ലാം കാണാൻ കഴിയും. ഏതുവരെ എന്ന് വെച്ചാൽ മുഹറം 1 മുതൽ 10 വരെ നഹ്സാൻ എന്ന് പറയുന്നവരെ ജൂതന്മാരുടെ കള്ളക്കടത്ത് ഇസ്ലാമിലേക്ക് ഷിയാക്കളിലൂടെ കടന്നു വന്നതാണ്. അത് വിശദമായി പറയേണ്ട സമയം എന്നാ ഞാൻ പറഞ്ഞ ഇപ്പം ഇതിന്റെ സമയം
അതാണ് ഇത് അടിസ്ഥാനപരമായി വിശദമായി ചരിത്രം പഠിച്ച് ഈ ഭാഗത്തൊക്കെ ഇത് നടക്കുന്നത് സുന്നികളുടെ ഇടയിലുണ്ട് ആ ധാരണ. ഇത് എവിടുന്ന് വന്നാന്ന് വെച്ചാൽ ഇവിടെ കൊണ്ടോട്ടി തങ്ങന്മാർ എന്ന പേരും പറഞ്ഞിട്ട് തങ്ങന്മാരൊന്നുമല്ല, കൊണ്ടോട്ടി കുറച്ച് ആൾക്കാർ വന്നിരുന്നു. മുഹമ്മദ് ഷാഹ്, അത്യാവ് ഷാഹ്, മറ്റേ ഷാഹ് എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനും തൽക്കാലം ഷാഹായിരുന്നു. ഇത് തരീഖത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ഷിയാ പ്രസ്ഥാനം മലബാറിൻ്റെ മണ്ണിൽ മുളപ്പിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരുടെ കൂലിപ്പട്ടാളമായി വന്ന കൊണ്ടോട്ടിക്കാർ ഇവിടെ അത്ഭുതങ്ങൾ എന്ന് പറയുന്ന ചില മെസ്മരീസങ്ങളിലൂടെയൊക്കെ കാണിച്ചു കൊടുത്ത് അവർ തങ്ങന്മാരാണ്, ഷെയ്ഖന്മാരാണെന്നൊക്കെ കാണിച്ച് അന്ന് ജീവിച്ചിരിക്കുന്ന തലയെടുപ്പുള്ള മഖ്ദൂമി തങ്ങന്മാർ, മഖ്ദൂമി ഉലമാക്കൾ അവരുടെ തനിനിറം തുറന്നു കാട്ടി ജനങ്ങൾക്കിടയിൽ പരസ്യപ്പെടുത്തുകയും പരിശുദ്ധമായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കേന്ദ്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊണ്ടോട്ടിപ്പാടത്ത് 40 ദിവസം തുടർച്ചയായിട്ട് അവർക്കെതിരെ വാദം പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പഠിച്ച ചെറുപ്പക്കാർ കുട്ടിക്കൊന്നും അറിയില്ല. അങ്ങനെ അത് കെട്ടടക്കി പോയതാണ്. എങ്കിലും അതിൻ്റെ ഇടയ്ക്ക് പ്രചരിച്ചപ്പെട്ടതാണ് 1 മുതൽ 10 വരെ നൈസാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്ത് കുരുത്തക്കേട് പറഞ്ഞതിൻ്റെ പേരിൽ 40 കൊല്ലം തീഹ് മരുഭൂമിയിൽ നട്ടം കറങ്ങേണ്ടി വന്നു ജൂതന്മാർ. ഈ നട്ടം കറങ്ങിയതിൻ്റെ അനുസ്മരണം എന്ന നിലയ്ക്ക് ഇന്നും മുഹറം 10 ദിവസം ഷിയാക്കൾ നസായി ആചരിക്കുന്നു. വീട്ടിൽ താമസിക്കില്ല, കൊട്ടാരത്തിൽ താമസിക്കില്ല, പുറത്തുപോയി മൈതാനികളിൽ തമ്പ് കെട്ടി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി താമസിക്കുകയും അവിടെ വരുന്നവർക്കൊക്കെ വെള്ളവും മറ്റു വസ്തുക്കളും ദാനം ചെയ്യുകയും ചെയ്യുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. 10ൻ്റെ അന്ന് വലിയൊരു ആഘോഷത്തോടു കൂടി ഉത്സവം നടത്തി വീട്ടിലേക്ക് തിരിച്ചു വരും. ആ സമയത്ത് കല്യാണം കഴിക്കൂല, അതുപോലെ തന്നെ വീട് കൂടൂല, വീട് തുടങ്ങൂല, കച്ചവടം തുടങ്ങൂല, അങ്ങനെയുള്ളൊന്നും ചെയ്യൂല. അത് ജൂതന്മാരുടെ ആചാരമാണ്. ആ ആചാരം അബ്ദുല്ലാഹി ഇബ്നു സബയിലൂടെ ഉള്ളിൽ കയറ്റിയതാണ്. നോക്കൂ നിങ്ങൾ, എന്താണ് ഇപ്പൊ മുസ്ലിയാരതിൽ സ്ഥാപിച്ചത്? ജൂത മജൂസി ഗൂഢാലോചനയുടെ പരമായി അബ്ദുല്ലാഹി ഇബ്നു സബ എന്ന കള്ളൻ കൊണ്ടുവന്ന പ്രസ്ഥാനമാണിത്. അത് കേരളത്തിലേക്ക്, ഈ ഷിയാക്കളുടെ ഈ ആചാരം കേരളത്തിലേക്ക് കൊണ്ടോട്ടി തങ്ങന്മാര് മുഖേന അവര് പല മെസ്മരീസവും ചെപ്പടി വിദ്യയൊക്കെ കാണിച്ചിട്ട് കേരളത്തില് ആശാ മറ്റേ ഷാഹ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്നു. ഇവിടെ വിത്തുപാകിയതാണ്. അതിനെതിരെ അന്നത്തെ ആലിമീങ്ങളൊക്കെ ശബ്ദിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായിരുന്നു. ആ വിശ്വാസം സുന്നികളാന്ന് പറയുന്ന പോലെ എടുത്തും കയറിയിട്ടുണ്ട്. അവരുടെ വിശ്വാസമായിരുന്നു എന്ത്? 1 മുതൽ 10 വരെ നഹസാണ് എന്നുള്ളത്. അതല്ലാതെ നോമ്പ് നിസ്കാരോ ഇബാദത്തൊക്കെ ചെയ്യുന്നതിന് ഭംഗം വരരുതേച്ചിട്ട് പറഞ്ഞതാണ് എന്നല്ല. ഏത് ചരിത്രത്തെയാണ് നിങ്ങൾ ഇവിടെ ഇരുട്ടറയിൽ കുഴിച്ചു മൂടാൻ നോക്കുന്നത്? നോക്കൂ നിങ്ങൾ, അദ്ദേഹം തന്നെ അത് കൃത്യമായി പറഞ്ഞു. മാത്രല്ല അയാൾ ഒന്നും കൂടെ പറഞ്ഞു, ഈ ദിവസങ്ങൾക്ക് ഇങ്ങനെ നഹസ് നോക്കണ ഈ പരിപാടിയില്ലല്ലോ. ഇത് ജൂതന്മാര് 10-40 ദിവസം അള്ളാഹു അവർക്കൊരു തീഹ് മരുഭൂമിയിൽ 10-40 ദിവസം അവർ വെറുതെ കറങ്ങി നടക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് അന്ന് ജൂതന്മാര് ആ രൂപത്തിലുള്ള ദിവസങ്ങളെ നഹ്സായി ആചരിക്കുന്ന പരിപാടി ജൂതന്മാർക്കാണ് ആ വിശ്വാസങ്ങളുള്ളത്. അവരാണ് കല്യാണം മുടക്കുന്നത്, വീട് കൂടൽ മുടക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പറ്റൂല എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്ന ജൂതന്മാരാണ്. ആ ജൂത സൃഷ്ടിയായ ഷിയാക്കളാണ് ഈ വിശ്വാസം പേറുന്നത് എന്ന് അയാൾ തുറന്ന അയാളുടെ പ്രസംഗത്തിൽ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ? അപ്പൊ സഹോദരങ്ങളെ, ഇതാ പറയുന്നത്. ഇനി മാത്രല്ല, ഇന്നത്തെ സമസ്തയിൽ തന്നെ ഈ ഷിയായിസം പേറുന്ന ആളുകളില്ലേ? ഈ ഷിയായിസം പേറുന്ന ആളുകളാണ് കേരളത്തിലെ 2 സമസ്തയും അംഗീകരിക്കുന്ന സി ഹംസ എന്ന് പറയുന്ന വ്യക്തി. അയാൾ ഇന്നും കേരളത്തിലെ ഷിയാക്കളുടെ സംഘടനയായ സഖലൈൻ ഫൗണ്ടേഷന്റെ മുഖ്യ കാര്യദർശിയാണ്. ആ സഖലൈൻ ഫൗണ്ടേഷന്റെ വ്യക്തിയായ സി ഹംസ, അയാളാണ് ഇവിടെ ഷിയായിസത്തിന്റെ ഒരുപാട് പുസ്തകങ്ങൾ മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തി പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അയാളുടെ പ്രസംഗത്തിൽ പോലും അയാൾ പറയുന്നുണ്ട്, മൗലവിമാരിപ്പോ പറയണേ കല്യാണവും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്താല് നമുക്ക് ഇബാദത്തിന് തടസ്സം വരൂലേ എന്ന ന്യായമല്ല. അയാൾ ഇന്നും തുറന്നു പറയുന്നുണ്ട് ഇവരുടെ വേദികളിൽ. എന്താ അയാൾ പറഞ്ഞത്? വേദികളിൽ പറയുന്നു, അയാൾക്ക് ലഭിക്കുന്ന ഇന്റർവ്യൂകളിൽ, അയാൾ നൽകിയ ഇന്റർവ്യൂ വരെ സത്യധാര എന്ന മാസികയിൽ നമുക്ക് കാണാൻ സാധിക്കും. അയാളുടെ പ്രസംഗം തന്നെയും നമുക്ക് കേൾക്കാൻ സാധിക്കും. എന്താ അയാൾ പറയുന്നത്? മഹാനായ ഇമാം ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു രക്തസാക്ഷിയായ ഷഹീദായ ആ മുഹറത്തിന്റെ ആദ്യ നാളുകൾ, ആ ദിവസങ്ങള് നമുക്ക് എങ്ങനെ സന്തോഷിക്കാൻ കഴിയാന്നാ ചോദിക്കുന്നത്. അപ്പൊ നോക്കൂ നിങ്ങള്, അപ്പൊ എവിടേക്കാ കണക്ഷൻ? നമുക്ക് എങ്ങനെ സന്തോഷിക്കാൻ കഴിയാന്ന്? അതിന്റെ അർത്ഥം നല്ല കാര്യങ്ങൾ ഇബാദത്തൊന്നും ചെയ്യണ്ട എന്നല്ല അയാൾ പറയണേ. ഇബാദത്തൊന്നും ചെയ്യണ്ട എന്നല്ല ഞാൻ പറയുന്നത്, ഇബാദത്തൊക്കെ നല്ലോണം ചെയ്യണം. പക്ഷെ അയാൾ ഒരു കാര്യം പറയുന്നുണ്ട്, അവിടെയാണ് പോയിന്റ്. അയാൾ പറയുന്നു എന്ത്?
അയാളുടെ പ്രസംഗത്തിൽ തന്നെ അയാൾ പറയാണ്, നമ്മളെ ബാപ്പ മരിച്ചൊരു ദിവസം നമ്മൾ നിക്കാഹ് നടത്തുവോ? ബാപ്പ മരിച്ച ദിവസം നമ്മൾ നിക്കാഹ് നടത്തോ? നിക്കാഹ് സാധുവാവാത്തത് കൊണ്ടല്ല, ബാപ്പാനോട് സ്നേഹവും ഇഷ്കുള്ള ഒരാൾക്ക് അന്ന് നിക്കാഹ് നടത്താൻ കഴിയൂല. അതേപോലെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടിയെ ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്തിയ ആ ദിവസം ഒരു യഥാർത്ഥ വ്യക്തിക്ക്, യഥാർത്ഥത്തിൽ ഒരു സ്നേഹമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അന്നത്തെ ദിവസം നിക്കാഹ് നടത്താനോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും കഴിയൂല എന്നാ പറയുന്നത്. അതാണ് അയാൾ കാരണം പറഞ്ഞത്. അയാൾ പറയുന്ന ആ കാരണം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഈ സംഭവം നടന്ന ആ ദിവസങ്ങൾ വരുന്ന സമയത്ത് അതിനനുസ്മരിച്ചുകൊണ്ട് നമുക്ക് കരയാൻ തോന്നുന്നത് നിങ്ങളൊന്ന് ആലോചിക്കുകയാണെങ്കിൽ എന്ത് ഈമാനാണ് നമ്മൾ എടുക്കുന്നത്? നമുക്ക് ഇഷ്ടപ്പെട്ടോ? പിന്നെ അപ്പൊ ഇമാം ഹുസൈൻ രക്തസാക്ഷിത്വം വരിച്ച ഈ 10 ദിവസങ്ങളുടെ സന്തോഷമുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. സന്തോഷമുള്ള കാര്യം എന്താ? ഇബാദത്ത് എടുക്കേണ്ടതല്ല, നല്ല കാര്യം ചെയ്യേണ്ടതല്ല, ഇബാദത്ത് നല്ല കൊടുക്കണം. പക്ഷെ സന്തോഷമുള്ള കാര്യം ചെയ്യേണ്ടതാണ്, കല്യാണം വേണ്ട, അതേപോലത്തെ കാര്യങ്ങളൊക്കെ തൽക്കാലം 10 ദിവസം ചെയ്യേണ്ട. എന്താ ഇതിന് കാരണം? നമ്മളെ വാപ്പ മരിച്ച ദിവസം കല്യാണം നടത്തിയിരിക്കാൻ എന്താ ശരിയാവൂലേ? വാപ്പ മരിച്ച ദിവസം നീക്കായ എടുത്ത വാപ്പൻ മരിച്ചിട്ടുണ്ടെങ്കിൽ നീക്കായ നടത്താം. വാപ്പ ഏതായാലും മരിച്ചു പോയില്ലേ, നമുക്ക് നീക്കാൻ നടത്താൻ ഇപ്പൊ മറ്റന്നാൾ നാട്ടിലെ ഒഴിവില്ല, അത് നടത്തിക്കൊണ്ട് ചെറുക്കനാണെങ്കിൽ പോകാൻ കഴിക്കുന്നു. വാപ്പ മരിച്ച ദിവസം ഇങ്ങോട്ട് നോക്കൂലേ? ശരിയാവൂലേ? ചെയ്താൽ ശരിയാവൂലേ? അതല്ല, വാപ്പാനോട് ഇഷ്ടം താല്പര്യമുള്ള ഒരാൾക്ക് ചെയ്യാൻ പറ്റൂല, കഴിയില്ല എന്നുള്ളത് അതിന്റെ പ്രശ്നം. അപ്പൊ കൃത്യമായിട്ട് സിഹംസ പറയുന്നില്ലേ, ഇന്നത്തെ ബരി പറയണേ ന്യായ ഇബാദത്തൊക്കെ മുടങ്ങുന്നു വിചാരിച്ചിട്ടാണ്? അല്ല. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കർബലാ ദിനത്തിന്റെ ആ ദുഃഖവും സങ്കടവും മനസ്സിൽ പേറുന്ന ഒരാൾക്ക് അന്നത്തെ ദിവസം ഒന്നും ചെയ്യാൻ കഴിയൂല, കല്യാണവും പറ്റൂല, നിക്കാഹും ഒന്നും പറ്റൂല, സന്തോഷമുള്ള കാര്യമൊന്നും ചെയ്യാൻ കഴിയൂല എന്നാ പറയുന്നത്. അതാ ഷിയായിസ് എന്ന് പറയുന്നത്. ഇസ്ലാമിൽ അങ്ങനല്ല. മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെയോ മറ്റാരുടെയെങ്കിലുമോ മരണത്തിന്റെ പേരിൽ ഒരു ദുഃഖാചരണം ഖിയാമത്ത് നാൾ വരെ നീണ്ടു നിൽക്കുന്ന ആവർത്തിച്ചു വരുന്നൊരു ദുഃഖാചരണം ഇസ്ലാമിൽ അല്ലാഹു തആല അവന്റെ റസൂലിലൂടെ പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ തനിച്ച ഷിയായിസത്തിന്റെ ആചാരവും അവരുടെ വിശ്വാസമാണ് മുഹറം 1 മുതൽ 10 വരെ നഹ്സാണെന്നും ആ മാസം പറഞ്ഞ് കണ്ടാൽ അപകടമാണെന്നും പോലുള്ള ഈ എല്ലാ വികലവാദങ്ങളും അവരുടെ വാദങ്ങളാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം മനസ്സിലാക്കുക, മുഹറം പവിത്രമാണ്, ആദരണീയമാണ്, അള്ളാഹുവിന്റെ മാസം എന്ന് പറയപ്പെട്ട മാസമാണ്. അതിനെക്കുറിച്ച് ഇത്തരത്തിലുള്ള മോശപ്പെട്ട ചിന്തകൾ നല്ല ഒരു കാര്യങ്ങൾക്കും അത് കൊള്ളാവതല്ല, അല്ലെങ്കിൽ നമ്മുടെ ദുഃഖാചരണത്തിന് അത് എതിരാണ്, നമുക്ക് ദുഃഖല്ല എന്നാകും എന്നൊക്കെ വരുത്തി തീർക്കുന്ന ഈ ഷിയായിസ് ഉണ്ടല്ലോ, ഇത് നമ്മുടെ മനസ്സുകളിൽ നിന്ന് ഒഴിവാക്കുക തന്നെ വേണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാനുള്ളത്. അതുകൊണ്ട് എല്ലാവിധത്തിലുള്ള പുത്തൻവാദികളും ഷിയാക്കൾ അടക്കമുള്ള ആ പുത്തൻവാദികൾ കൊണ്ടുവന്നിട്ടുള്ള എല്ലാ പിഴച്ച ധാരണകളോടും വിട പറഞ്ഞുകൊണ്ട് അഹ്ലുസുന്നയുടെ യഥാർത്ഥമായ വിശ്വാസധാരയിലേക്കും ആചാര രീതികളിലേക്കും മടങ്ങുകയാണ് നമ്മുടെ പരലോക സുരക്ഷിതത്വത്തിന് ഏറ്റവും നിദാനമായ കാര്യമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരറിഞ്ഞ് നേരിന്റെ പാത പിൻപറ്റി അതിലൂടെ തന്നെ മുന്നോട്ട് പോകുവാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഏറ്റവും നല്ല നിലക്ക് കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് അല്ലാഹു നൽകുന്ന ആയുഷ്കാലത്തെ ധന്യമാക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.